ചേട്ടാ നമസ്കാരം, സന്തോഷല്ലേ? അപ്പം ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഡോസിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത്. എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. വളരെ ഷോർട്ട് നോട്ടീസ് ആയിരുന്നു എല്ലാവരും. അതെ, എല്ലാവരും ഇതിലെ കാസ്റ്റിംഗ് വരെ വളരെ ഷോർട്ട് നോട്ടീസ് അങ്ങനത്തെ പരിപാടിയായിരുന്നു. വേറെ ഒന്നല്ല, നമ്മുടെ പ്രൊഡ്യൂസർ ഷാൻഡോയ്ക്ക് 21 തിരിച്ച് മസ്കറ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ടൈറ്റിൽ ലോഞ്ചും പരിപാടികളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസിൽ എല്ലാവരും അറിയിച്ചിട്ടും എല്ലാവരും പെട്ടെന്ന് തന്നെ എത്തി സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിഗ് താങ്ക് യു. എന്നെ ഈ സിനിമയിൽ 5 ദിവസം മുമ്പല്ല കേട്ടോ കാസ്റ്റ് ചെയ്തത്. ഇവിടെ 2018 അല്ലേ? 2018 എൻ്റെ അടുത്ത് അഭിലാഷ് വന്നൊരു സ്റ്റോറി പറയുന്നത്. ഈ സിനിമയുടെ സ്റ്റോറിയല്ല, വേറൊരു സിനിമയായിരുന്നു. ഇച്ചിരി കൂടി ബഡ്ജറ്റ് വൈസ് ഇച്ചിരി കൂടിയ സിനിമയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമായിരിക്കും, ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ 2018 ഒരു നല്ല ഉഗ്രൻ സ്ക്രീൻ പ്ലേ ആയിട്ട് എടുത്തു വന്നതാണ് അഭിലാഷ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു സിനിമ ഇറങ്ങിയും ഏകദേശം ആ സിനിമയോട് സാമ്യമൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കപ്പോൾ ചെയ്യേണ്ട പിന്നീട് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ മാറിയതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോവിഡിൻ്റെ ടൈമിലാണ് അടുത്ത് ഡോസിൻ്റെ കഥ എന്ന് പറയുന്ന സ്ക്രീൻ പ്ലേ. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആയിരുന്നു. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. പക്ഷെ നമുക്കറിയാലോ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ് എന്താ പറയുക ഫേസിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ കൂടി ഈ പറയുന്ന ജിതേഷ് എൻ്റെ നമ്മുടെ അനിയനാണ്, അവനും ഇതുപോലെ എൻ്റെ അടുത്തൊരു സ്റ്റോറി ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഇങ്ങനെ ബഡ്ജറ്റ് കൂടിയത് 19ാം നൂറ്റാണ്ട് കഴിഞ്ഞ സമയത്താണ് ഇതൊക്കെ ഒന്ന് പറയുന്നത്. ഇതിനൊക്കെ ബഡ്ജറ്റ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയുക പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് വന്ന് പ്രൊഡ്യൂസറിനെ അഭിലാഷിന് കൈമാറുകയും അങ്ങനെയാണ് ഈ സിനിമ ഓണാവുന്നത്. ഒരുപാട് താങ്ക് യു ജിതേഷ്. അങ്ങനെ സിനിമയിൽ അങ്ങനെ ആരും ചെയ്യാറില്ല. കാരണം ഞാൻ പരിചയപ്പെട്ടേക്കുന്ന ഒരുപാട് പേര് പറയുന്നത് വളരെ സെൽഫിഷായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ പേര്. കാരണം ഇപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും നമ്മളാദ്യമേ മേളിലെത്തണം എന്നൊക്കെയുള്ള ചിന്തയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷേ എന്താ പറയുക, സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് കിട്ടി. ഇപ്പോൾ റോണി ചേട്ടൻ, സഞ്ജു, അനൂപ്, അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളെ സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് കിട്ടി. അപ്പോൾ സൗഹൃദമാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത്. സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള സൗഹൃദവും ഒരുപാട് പേരുണ്ട്. അപ്പോൾ താങ്ക് യു എവരി വൺ. ഇവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ഈ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ട് നിന്നതിന് ഒരുപാട് താങ്ക് യു. സാറിനെ കുറിച്ച്